എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളിന്ന് 1-ാം തീയതി തന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് ഉമ്മൽക്കോയിൻ വരെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ സേർബീബിയും ഇമയും ബാക്കിലുണ്ട്. ഞാനാണ് വ്ളോഗ് തുടങ്ങിയത്. ബാക്കി വിശേഷങ്ങളൊക്കെ ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾക്ക് 4 പല്ലൊക്കെ വന്നു. അത് കാണിക്കാം എല്ലാവരും. പല്ല് കടിച്ചോണ്ടിരിക്കുകയാണ് ആള്. ലൊക്കേഷൻ എവിടെയാന്നുള്ളതും തീരുമാനിച്ചിട്ടില്ല. ഉമ്മൽക്കോയിന്നിട്ട് പോവാണ്. ബാക്കിയുടെ കാണാം. ദീപക്കും ഫാമിലി ഉണ്ട്, അവർ മുകളിലുണ്ടാവും. അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ പോണ വഴിക്ക് കാണിക്കാം ബാക്കി വിശേഷങ്ങൾ. ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്, ചിപ്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ചിപ്സൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ എവിടേക്ക്? പള്ളിയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ഷാർജയിലെത്തിയിട്ടാ. ഞങ്ങളുടെ ഇന്ന് ശരിക്കും ഇച്ചായൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നൈറ്റ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത് ഷിഹാബിക്ക് സർപ്രൈസ് ആയിട്ട് ഇച്ചായന് 12 മണിക്ക് വന്ന് കേക്കൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഒരു ഗിഫ്റ്റായിട്ട് ടീഷർട്ടൊക്കെ കൊണ്ടുവന്നു. ആ ടീഷർട്ടാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. ഇതാണ് ആ ടീഷർട്ട്. ഞാനൊരു പേരിലൊരു പേസ്ട്രി കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തു കഴിച്ചു. പിന്നെ ഇന്നലെ ചായ അങ്ങനെ അത്ര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു എത്ര മണിക്ക് ഇറങ്ങിയ 3:30 ആയി കിടന്നപ്പോൾ. പിന്നെ എഴുന്നേറ്റപ്പോൾ 9 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് ഇപ്പോഴാണ് നമ്മൾ ഇറങ്ങിയേക്കണത്. ഇറങ്ങിയപ്പോൾ എത്ര മണിയായി? 1 മണി കഴിഞ്ഞു. ഇപ്പോൾ ദേ 2 മണിയായി. ഇപ്പോൾ ഷാർജയിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ ഉമ്മുൽക്കോയിൻ ഇവിടേക്ക് പോകണം. ചർച്ചിലോട്ടാണ് ഫസ്റ്റ് പോണത്. എവിടേക്കൊക്കെ പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ഒന്ന് കയറി പ്രാർത്ഥിച്ച് പിന്നെ അവിടെ പോകണമെന്ന് നമ്മൾ പിന്നെ തീരുമാനിക്കും. അപ്പം ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യാട്ടോ. ഇച്ചായൻ്റെ ക്രിക്കറ്റ് കളിയൊക്കെ എവിടെയായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലം ഇച്ചായ എനിക്ക് കാണിച്ചു തരായിരുന്നു. ഇവിടെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില ബിൽഡിങ്ങുകളൊന്നും ഒരു മാറ്റമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ മാപ്പിലിട്ട ലൊക്കേഷനിൽ എത്തിയിട്ടോ. പക്ഷേ എത്തിയ സ്ഥലത്ത് പള്ളി പോയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ നാട്ടിലുള്ള ഏതൊരു ഫ്രണ്ടിനെ വിളിച്ചു നോക്കാം. അവൻ എവിടെയുണ്ട്? സൺഡേ മോർണിംഗ്സ് ആൻഡ് ഫ്രൈഡേ ഈവനിങ്. അങ്ങനെ പള്ളിയിലൊന്നും കയറാനും പറ്റില്ല. അപ്പൊ ആ ഫ്രണ്ടിനെ വിളിച്ചു നോക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എത്തിയിരുന്ന സ്ഥലം കാണിച്ചു തരാട്ടോ. ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒന്നും കാണുന്നില്ല. ഹബീബ് അതിന് തൊട്ടപ്പുറത്ത് അവിടെ പള്ളി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പോലത്തെ പള്ളിയൊന്നും അല്ല കേട്ടോ. ദുബായിലെ പോലത്തെ, ഷാർജയിലെ ദുബായിലെ പോലത്തെ പള്ളിയല്ല ഇത്. എന്തോ പള്ളി അടച്ചിട്ടേ അവിടെ രാവിലെ 9 മണിക്ക്. ഏതാണ്? ഏത്? ഇതോ?
ഇതാണ് കേട്ടോ പള്ളി. ഇതിവിടെ അടച്ചിട്ടേക്കുവാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരുത്തനുണ്ട് ഇവിടെ. അവൻ്റെ അടുത്ത് വെച്ചപ്പോൾ അവൻ പറഞ്ഞു ഉമ്മൽക്കയിലാണ് അല്ല റസൽ കേമയിലാണ് മറ്റേ മെയിനായിട്ടുള്ള പള്ളി എന്നാണ് പറഞ്ഞത്. ഇവിടെ ഉമ്മൽക്കയിലെ പള്ളി ഇതാ പള്ളി. ഞങ്ങളെന്തായാലും ഭക്ഷണം കഴിക്കാനായിട്ട് പോകാൻ നിൽക്കാം. ഉണ്ട് അപ്പുറത്ത്. ഞങ്ങൾ കഴിക്കാൻ ബാക്കോട്ടാ. മഴ പൊടിയുണ്ടെന്ന് തോന്നുന്നു. ശരി എന്നാ. മഴ പൊടിയാനുണ്ട് ചെറുതായിട്ട് മഴയും പൊടിയാനുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് മഴയും കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. ആ ചില്ലുമൊക്കെ വെള്ളം വീണിട്ടുണ്ട്. മഴ കിട്ടി. ഇപ്പൊ ന്യൂ ഇയർ മഴ കിട്ടിയിട്ടോ. ഞങ്ങളവിടെ നിന്ന് നേരിട്ട് ആ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാട്ടോ പോയി തിരിച്ചിറങ്ങിയിട്ടുള്ള വീഡിയോ ആട്ടോ ഇത്. ഇനിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഉള്ളൊരു കൂട്ടുകാരനുണ്ടായിരുന്നു കുക്കു. അവനെ കാണാൻ വേണ്ടി വന്നതാണ്. അവനിവിടെ ഉമ്മൽക്കുഴിയാണ് താമസം. അവൻ്റെ വൈഫ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങളിവിടെ നിന്നപ്പോൾ നല്ല ചെറുതായിട്ടുള്ള മഴയൊക്കെ പെയ്തിട്ടുണ്ട്. വണ്ടിയിലൊക്കെ മറ്റു വെള്ളം വന്നിട്ടുണ്ട്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ. അധികം വലിയ ഒച്ചപ്പാടും പോലൊന്നുമില്ല. നല്ല ക്ലൈമറ്റും ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോണ വഴിക്കാണ് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി കേട്ടോ. ഇപ്പം അപ്പോഴത്തേനും നല്ല മഴയൊക്കെ പെയ്തു. നമുക്ക് കാണാനായിട്ട് വെച്ചില്ല, നമ്മളകത്തായി പോയി. അപ്പം മഴ മിസ് ചെയ്തു. പക്ഷേ നല്ല മഴയൊക്കെ ഇപ്പം നല്ല നമ്മുടെ നാട്ടിലത്തെ ഒക്കെ ഒരു ക്ലൈമറ്റ് ആട്ടോ. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല അധികം തണുപ്പില്ല, എന്നാൽ ഭയങ്കര ചൂടൊന്നുമില്ല. ആ ഒരു നാട്ടിലത്തെ നമ്മുടെ പഴയ ഒരു ക്ലൈമറ്റില്ലേ, ആ ഒരു ഇതായിരുന്നു ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യം. അങ്ങനെ ഫൈനലി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെന്നെ പറഞ്ഞത് 2 റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞു. പേളും പിന്നെ ഒരു ചില്ലൗട്ടും. നമ്മളിവിടെ വന്നേക്കുന്നത് ചില്ലൗട്ടിലാണോ? ഇവിടെ നമുക്ക് ലൈവായിട്ട് കുക്ക് ചെയ്ത് തരും. നമുക്ക് ഏതെങ്കിലും ഫിഷ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ലൈവായിട്ട് തന്നെ ഫ്രൈ ചെയ്തോ ഫിഷ് കറി വെച്ചോ അങ്ങനെ തരും കേട്ടോ. ബേബിയാണ് ചേച്ചി, ബാക്കി എല്ലാവരും ബാബ ബേബിയാണ് കേട്ടോ. കറി വെച്ചു. ഇറങ്ങി. എസോ എത്ര മീനെ പിടിച്ചു? 5 2 അല്ലേ പിടിച്ചുള്ളൂ? അയ്യേ 5 അറിയില്ല. തവയിൽ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടോ, തവയിൽ കിടക്കും. പിന്നെ ഇതായിരിക്കും മാങ്ങക്കറി, അല്ല മാങ്ങക്കറി, ഫിഷ് മാങ്ങക്കറി. രണ്ടും സെറ്റായിട്ടുണ്ട്. ഫിഷ്
അച്ചോ വേണമെന്നില്ല ക്ഷമ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു ബീച്ച് സൈഡിലോട്ടാണ് വന്നത്. പക്ഷെ അവിടെ ഞങ്ങൾ കയറിയില്ല. കുറച്ച് നേരം അവിടെ ഫ്രണ്ടിലൊക്കെ നിന്ന് തിരിച്ച് പോരാണ് ചെയ്തത് കേട്ടോ. ഒരുപാട് ലേറ്റ് ആയിരുന്നു. പിന്നെ വേറെ ഏതെങ്കിലും ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.